പാട്രിയോട്ട് മൂവി മഹേഷ് നാരായൺ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എക്സെട്ര വലിയൊരു താരനിര തന്നെ അണിനിരന്ന മൂവി. പാട്രിയോട്ട് മൂവിയുടെ മൂവി റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതായത് ഒറ്റവാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഹോളിവുഡ് മൂവി മലയാളത്തിൽ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതുപോലെയുണ്ട്. അതായത് ഒരു 3 മണിക്കൂറിന് മേലെയുണ്ട് മൂവി. പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ടൈം പോവും. അതിൽ പറയത്തക്ക കാര്യങ്ങൾ, അതായത് ആനുകാലിക പ്രസക്തിയുള്ള കുറേ കാര്യങ്ങൾ ഈ സിനിമ ഡീൽ ചെയ്യുന്നുണ്ട്. അതായത് മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് ചോരുന്നത്, അതായത് ആനുകാലിക പ്രസക്തിയുള്ള നമ്മുടെ കംപ്ലീറ്റ് വിവരങ്ങൾ ചോർത്താനുള്ള ബഹുരാഷ്ട്ര കമ്പനികളുടെ മെയിൻ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ആ ചോർത്താനുള്ള സാങ്കേതിക വിദ്യകൾ, അതായത് ഒരു വെൽ അഡ്വാൻസ്ഡ് ആയ ഒരു മൂവിയാണ് പാട്രിയോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു എനിക്ക് തോന്നിയിട്ടില്ല ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് KGF മറ്റേ യാഷും മറ്റേ സൽമാൻ ഖാനോ അങ്ങനെയുള്ള നായകന്മാർ ചെയ്യേണ്ട ഒരു ഹെവി റോളാണ് മമ്മൂട്ടി അതിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് വളരെ കരുത്തുറ്റുള്ള ഒരു നായക സങ്കല്പമാണ് ആ സിനിമ ഡീൽ ചെയ്യുന്നത്. പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്നത് നമുക്കറിയാലോ, പ്രായത്തിന്റെ ആവശ്യത, പിന്നെ അദ്ദേഹം ആ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ ഒരു പീക്ക് പോയിന്റിലായിരുന്നു. പിന്നീട് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം രണ്ടാമത്തെ പാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യതയൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ഹെവി നായകൻ ചെയ്യേണ്ട റോളായിരുന്നു അത്. അതായിരുന്നു എനിക്ക് തോന്നിയ ഒരു ഡ്രോബാക്ക്. പടം കണ്ടിരിക്കുക, പെട്ടെന്ന് തന്നെ സമയം പോവും. വളരെ നല്ല എൻഗേജ്ഡ് മൂവിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആനുകൂലിക പ്രസക്തിയുള്ള കാര്യങ്ങളാണ് ഇത് ഡീൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വലിയൊരു താരനിര തന്നെ ഉണ്ട്. നമ്മുടെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, പിന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ കാമിയ റോള് അത് വളരെ നന്നായി എടുത്തു. പിന്നെ ശരിക്കും എന്താ പറയുക, നമ്മളൊരു മലയാള സിനിമ തന്നെയാണോ ഇത് കാണുന്നത് എന്നുള്ളൊരു ഫീല് കൊണ്ടുവരുന്നുണ്ട്. വളരെ റിച്ചസ്റ്റ് മൂവി, ശരിക്കും ഒരു ഹോളിവുഡ് ലെവലിൽ എടുത്തിട്ടുണ്ട്. വളരെ എൻഗേജിങ്, വളരെ ഫാസ്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഡയറക്ഷനൊക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ അതിലൊരു ഫൈറ്റ് സീന് എടുത്തു പറയേണ്ടതാണ്. ആ സീന് അങ്ങനെ ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് ശരിക്കും തെലുങ്ക്, കന്നഡ, മറ്റേ തമിഴ് മൂവിനെ വെല്ലുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. മമ്മൂട്ടി, ഞാൻ പറഞ്ഞല്ലോ, പ്രായത്തിന്റെ ഒരു ചെറിയ പ്രശ്നവും ഒരു അവശതയൊക്കെ ഉണ്ടായിരുന്നു നായകനെന്ന്. ആ മമ്മൂട്ടി ഒരു ഇതില് എന്താ പറയാ, ഒരു പാരച്യൂട്ടില് വിമാനത്തിൽ നിന്ന് എടുത്ത് ചാടുന്ന സീനൊക്കെ ഉണ്ട്. അതങ്ങോട്ട് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. കറക്റ്റ് അങ്ങോട്ട് എന്താ പറയാ, ഹോളിവുഡ് ലെവലില് പോകേണ്ടിയിരുന്നില്ല. ഏകദേശം കുറച്ചൊരു ബോളിവുഡ് ലെവലില് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടായിരുന്നു ആ സീൻ കേട്ടാ. പിന്നെ അദ്ദേഹം പിന്നെ ഇന്റർവെല്ലിന് ശേഷം പിന്നെ ഭീഷ്മ പർവ്വം പോലെ തന്നെ കുറച്ച് കിടപ്പിലായി കഴിഞ്ഞപ്പോൾ കിടപ്പിലായിട്ട് പിന്നെ ഓർഡർ മാത്രം മറ്റേ മോഹൻലാലേക്കാണ് പിന്നെ കൊണ്ടുപോയത്. പിന്നെ മൂപ്പര് ക്ലൈമാക്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതായി. അല്ലെങ്കിൽ അത് ഇതിനേക്കാൾ നമുക്ക് ഒരു ചിരി നർമ്മം വിതറിയ തന്നെ. പക്ഷെ എന്തോ വലിയ പരിക്കുകളില്ലാതെ കൊണ്ടുപോയി. വളരെ റിച്ചസ്റ്റ് മൂവിയാണ്. മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സിനിമകളിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ആയിട്ട് വന്ന ഒരു മൂവിയാണ് പാട്രിയോട്ട്. ഓക്കെ, പക്ഷെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട്, ആ ഫ്രെയിം കാണുമ്പോൾ തന്നെ വെറുതെ 100 കോടി ചെലവാക്കി എന്ന് പറഞ്ഞിട്ട് ഉടായ്പൊന്നുമല്ല കാണിച്ചത്. മറ്റേ ഫിലിമുകളിനെ പോലെ തന്നെ പടം കണ്ടിരിക്കാനുണ്ട്. മീൻസ് നമ്മൾ കൊടുത്ത പൈസ എന്തായാലും മുതലാവും. എന്താ പറയുക, അത്രയും സീനുകൾ കാണിക്കുന്നുണ്ട്. അതായത് ഫുൾ മറ്റേ പകുതി UK ഒക്കെയാണ്. മറ്റേ നല്ല രീതിയിൽ മറ്റേ DRDO അല്ലെങ്കിൽ ആർമി ഇത് മൊത്തം ഒരു റിച്ചസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡ്രോബാക്ക് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. കാരണം നായകൻ എന്ന് പറയുന്നത് ഭയങ്കര ഹെവി കൈകാര്യം ചെയ്യുന്ന ഒരു നായകനാണ്. അത് മമ്മൂട്ടിയുടെ പ്രായത്തിൻ്റെ ഒരു ആവശ്യകത മാത്രം ഒരു ഡ്രോബാക്കായി തോന്നിയുള്ളൂ. എന്നാലും മൂപ്പരത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ
മമ്മൂട്ടി മോഹൻലാൽ തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-16 വർഷത്തിന് ശേഷമാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോംബോ കാണുന്നത്, മലയാളത്തിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ. അപ്പം അത് വളരെ നല്ല രസമായിരുന്നു. മോഹൻലാൽ ഉള്ള റോള് അടിപൊളിയായിരുന്നു, നല്ല ഗംഭീരമാക്കി. ഇനി കൂടുതൽ മോഹൻലാലിന്റെ റോളിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, അത് സ്പോയിലായി പോവും. അപ്പോൾ വളരെ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നയൻതാര കുറച്ച് ഗസ്റ്റ് റോളിൽ വന്നു, അതും നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്, കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കഥയാണ്. പെട്ടെന്ന് നമുക്ക് അത് ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും വളരെ എന്താ പറയുക, നമ്മുടെ ഫോണിന്റെ ഇതും നമ്മുടെ ഡാറ്റ ചോരുന്നത്, നമ്മുടെ ആനുകാലിക പ്രസക്തിയുള്ള കാര്യമാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരൊറ്റ ക്ലിക്കിൽ, നമ്മളെ മറ്റേ ട്രെയിലറിലൊക്കെ കണ്ടല്ലോ, ഒരൊറ്റ ക്ലിക്കിൽ നമ്മളെ കംപ്ലീറ്റ് ചോരുന്ന ഒരു അവസ്ഥ, കംപ്ലീറ്റ് നമ്മുടെ സ്വകാര്യ ലൈഫ് കംപ്ലീറ്റ് മറ്റൊരാൾക്ക് അടിയറ വയ്ക്കുന്നതും മറ്റൊരാളുടെ അടിമയാകുന്ന പോലെ ആയി മാറും. അതിൻ്റെ ദുരുപയോഗങ്ങളും എല്ലാമൊക്കെയാണ്. നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഈ ലോൺ ആപ്പുകൾ, നമ്മളെ ഒരു സാധാരണക്കാരന് ഒരു ഒന്നും ആവശ്യമില്ലാതെ, രേഖകളൊന്നും ആവശ്യമില്ലാതെ പൈസ കടന്നിരുന്നതും പിന്നീട് അതിൽ വന്നിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട്. വളരെ നന്നായി എടുത്തു. ഏകദേശം ഇന്റർവ്യൂലൊക്കെ ഏകദേശം ഒരു 1-1.5 മണിക്കൂർ വളരെ പെട്ടെന്ന് തന്നെ പോയി. വളരെ എൻഗേജിങ് മൂവിയാണ്. അപ്പോൾ വളരെ നല്ല ഇതാണ്. തിയേറ്റർ ഭയങ്കര ഹൗസ്ഫുള്ളാണ്. മറ്റേ പടമൊക്കെ നല്ല രീതിയിൽ പോട്ടെ. അപ്പോൾ എന്തായാലും രണ്ട് സൂപ്പർ സ്റ്റാറുകളിനെ ഒരുമിച്ച് കാണാനുള്ള അവസരം മിസ്സാക്കണ്ട. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ മൂവി എന്ന് പറയുന്നത് ഒരു എബോ ആവറേജ്. അതിൽ പറയത്തക്ക റോള് മറ്റേ ഫഹദ് ഫാസിലെ വില്ലനായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന ഫഹദ് ഫാസിലെ വളരെ അതിഗംഭീരമാക്കി കൊടുത്ത റോള്. അതായത് മമ്മൂട്ടി മോഹൻലാലൊക്കെ വരുന്ന ഒരു പടത്തില് വില്ലൻ എന്ന് പറയുന്നത് അതിലേറെ പ്രാധാന്യമുണ്ട് എന്ന് എന്തായാലും അറിയാലേ. ആ വില്ലൻ റോള് അദ്ദേഹം മറ്റേ പുഷ്പ പോലെ തന്നെ, പുഷ്പ 1, 2 ഒക്കെ കണ്ടല്ലോ, ആള് ആക്ടിങ് കൊണ്ട് വില്ലൻ റോള് ഗംഭീരമാക്കിയിട്ടുണ്ടായിരുന്നുണ്ട് ആ മൂവികളിലൊക്കെ. അതുപോലെ തന്നെ ഈ മൂവിയിൽ നല്ല വില്ലൻ നെഗറ്റീവ് റോൾ ആള് അടിപൊളിയാക്കി. ഇതൊക്കെയാണ്. പിന്നെ അതിൽ ഇന്ദ്രൻസ് കുറച്ച് റോളായി വരുന്നുള്ളൂ, പക്ഷെ ആ റോള് നല്ല ഗംഭീര പ്രകടനമായിരുന്നു. മൊത്തം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളും എന്താ പറയുക, നമ്മുടെ ഒരു പാട്രിയോട്ടിസം എന്ന് പറയുന്നത് വളരെയേറെ പ്രസക്തി ഈ പടം ചൂണ്ടിക്കാണിക്കുന്നു. പല ഛിദ്രശക്തികൾ, അവർ വളരെ ശക്തരായ ആളുകൾ, അത് മമ്മൂട്ടി ടീമുകൾ എങ്ങനെ അത് തരണം ചെയ്ത് വിജയം കൈവരിക്കുന്നു എന്നതാണ് ഈ മൂവി കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും 1 ടൈം വാച്ചബിൾ മൂവി, വളരെ റിച്ചസ്റ്റ് മൂവി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് കാണാം.